പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു നല്ല പകൽ ഈ ഞായറാഴ്ച ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞതായ ഈ ഭൂമിയിൽ കർത്താവ് തന്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയിരിക്കുന്ന ദൈവമക്കൾ സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകലിലും തന്റെ മക്കൾക്ക് അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവന്റെ സാന്നിധ്യം അനുഭവിച്ചവൻ കരമടിച്ച കർത്താവിന്റെ മകത്ത് കൊടുക്കാത്ത കടലിൽ കാണപ്പോൾ മനസ്സറിയുന്ന ദൈവം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ. അവൻ മനസ്സ് തകർന്നവനെ ഇവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ വലുവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവൻ ഇന്ന് രാത്രി ലൈവിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നവൻ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും സകല പുകഴ്ചയും സകല ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യയിൽ പാടി ആരാധിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ആമേൻ. സ്വർഗത്തിൽ വലുവനായ ദൈവം നമുക്കൊരുക്കിയ ഭാഗ്യകരമായ ഈ അവസരം നഷ്ടമാക്കാതെ നന്ദിയുള്ള ഹൃദയത്തോടെ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവൻ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എന്ന് പകൽ ആമേൻ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഈ രാത്രിയിൽ പിന്നെയും തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകണം. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരായിരിക്കുന്ന സമസ്ത മേഖലകളിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടായിരിക്കാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാടുവാൻ കൃപ ചെയ്താട്ട് മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടുമ്പോൾ അറിയാവുന്നവർ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനുശേഷം ഇന്ന് രാത്രി കർത്താവ് നമുക്ക് ചിന്തിപ്പാനായി തന്നിരിക്കുന്ന ദൈവവചനം ചിന്തിപ്പാനായി സമയങ്ങൾ വേർതിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നിൽക്കുവാൻ, കർത്താവിൻ്റെ വചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഭാരങ്ങളുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പ്രതികൂലത്തിന്റെ നടുവിൽ അതരാതെ കണ്ട് തളരാതെ കണ്ട് നിർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം എത്രയോ വലിയതാണ്. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ സന്തോഷത്തോടെ കരങ്ങളടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഇന്ന് രാത്രി വാസ്തവമായി ദൈവം നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി ആമേൻ കണ്ണുകളെ അടയ്ക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനെങ്ങെ വാഴ്ത്തുന്നു, ഞാനെങ്ങെ സ്തുതിക്കുന്നു. പിന്നെയും അങ്ങയുടെ തിരു സാന്നിധ്യം അനുഭവിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ആകാശം ഭൂമിക്കും വീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വിചാരങ്ങളുമല്ല, ഞങ്ങളുടെ ചിന്തകളുമല്ല, അവിടുന്ന് ഞങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളും അവിടുന്ന് ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഇന്ന് രാത്രി അവിടുത്തെ ചിന്തകൾക്കനുസരിച്ച് ചലിക്കുവാൻ ഉതരത്തക്ക വിധത്തിൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങ് പകരുമാറാകേണ്ടതിനായി അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അതിന്റെ തനിമ നഷ്ടപ്പെടാതെ അതിന്റെ വള്ളിപുള്ളി മാറാതെ കണ്ട് ആമേൻ സൂക്ഷിപ്പാൻ അടിയന് കൃപ നൽകിയാട്ട്. ശ്രോതാക്കളായിരിക്കുന്ന ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, കണ്ണുനീരോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആമേൻ നാം ചിന്തിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം മത്തായി സുവിശേഷം ആമേൻ 6-ാം അധ്യായം അതിന്റെ 26-ാം വാക്യമാണ്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി ചിന്തിപ്പാനായി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, ആമേൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണ് എന്നുള്ള ടൈറ്റിലോട് കൂടെയാണ് ഇന്നത്തെ മെസ്സേജ് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവരെക്കാൾ ആമേൻ മികച്ചവരാണെന്നുള്ള ചിന്ത എത്ര പേർ അകത്തുണ്ട്? ഹല്ലേലൂയ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? ഹല്ലേലൂയ. അതെ, വായുവിലെ ആമേൻ ആകാശ ആമേൻ മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, വായുമണ്ഡലങ്ങളിൽ ആമേൻ ചിറകുകൊണ്ട് പറക്കുന്ന പക്ഷികളെ നോക്കൂ. ഹല്ലേലൂയ. അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരയിൽ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല. ആമേൻ. എങ്കിലും ആമേൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവരെ പോറ്റുന്നു. ആമേൻ. നിങ്ങൾ അവരെക്കാൾ മികച്ചവരല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രകൃതിക്ക് ആത്മീയമായ ആമേൻ ചില പാഠങ്ങൾ ആമേൻ മനുഷ്യനെ പഠിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ആമേൻ ചിന്ത തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ അകത്ത് ആമേൻ ദൈവമയച്ച തന്റെ പുത്രനായി ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കൊണ്ടവിടെയായി തീർന്നു. ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന ശ്രോതാവെ, ആരുമായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തും ആയിക്കോട്ടെ, ആമേൻ പ്രകൃതിയെ ആമേൻ നോക്കി ആമേൻ ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതില്ല. ദൈവം തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരുടെ ശ്രദ്ധയെ അവിടേക്ക് തിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രകൃതിയിലേക്ക് നോക്കി ചില കാര്യങ്ങൾ പഠിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ വാക്കിനാൽ ഉളവാക്കിയ ഭൂമിയെ സൃഷ്ടിച്ച
സിട്ടാവാം ദൈവം തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് രണ്ട് കാലിൽ നിവർന്നു നിൽക്കുവാൻ മൂക്കിൽ ജീവശ്വാസം ഊതി. ഹല്ലേലൂയ. അങ്ങനെ ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിതം ജീവിച്ചു തീർക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നില്ല ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയത്. ഹല്ലേലൂയ. മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവന് വേണ്ടുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവം, അവന്റെ സൃഷ്ടാവാം ദൈവം അവന് വേണ്ടി ഭൂമിയിൽ സകലതും ആമേൻ സൃഷ്ടിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ സൃഷ്ടാവാം ദൈവം ആമേൻ മനുഷ്യന് വേണ്ടുന്നതെല്ലാം ആമേൻ അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഹല്ലേലൂയ അവന് തക്കതായ ഒരു ജീവിത പങ്കാളിയെ, തക്കതായ തുണയെ ആമേൻ അതേ സൃഷ്ടിച്ചില്ലായിരുന്നു. എന്നാൽ അതും കൂടെ ദൈവം അവനെ സൃഷ്ടിച്ച് അവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ തലമുറകളുമായി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി അവന്റെ ഭവനം കാണണമെന്നുള്ള സദുദ്ദേശത്തോടുകൂടെ സൃഷ്ടാവാം ദൈവം അവനെ സൃഷ്ടിച്ച് ആക്കി വെച്ച ആ ഏദൻ പൂങ്കാവനത്തിലെ സന്തോഷത്തെ തകിടം പറിച്ചുകൊണ്ട് അവനെ വീഴിച്ച ദുഷ്ടപിശാച് ഇന്നും അവൻ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ട് ഹല്ലേലൂയ അനേകരുടെ സ്നേഹം ഹല്ലേലൂയ ഇല്ലാതാക്കിക്കൊണ്ട് അവനെ കൊടികുത്തി വാഴുന്ന ഈ ദുഷ്ടലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും ആ സമാധാനത്തിലേക്ക് ആ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ ഏകനാമം യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. ആ നാമത്തെ അന്നും ഇന്നും പുച്ഛിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. രണ്ട് കള്ളന്മാർ ഹല്ലേലൂയ അവരുടെ നടുക്ക് കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഒരു കള്ളൻ അവനെ പ്രാകുകയും ആണയിടുകയും അവൻ നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവൻ ആക്രോശിക്കുമ്പോൾ ഹല്ലേലൂയ മറുഭാഗത്ത് കിടക്കുന്ന കള്ളനാകട്ടെ ഹല്ലേലൂയ നാം കള്ളന്മാരായതുകൊണ്ട് നാം ശിക്ഷ അവൻ ഏൽക്കേണ്ടി വരുന്നു. അവൻ നീതിമാനാണ്, ഒരു പാപവും ചെയ്യാത്ത ഇവൻ ഹല്ലേലൂയ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം അവൻ ഇടയായി തീർന്നത് അവൻ നമ്മുടെ രക്ഷയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അവൻ അനുദപിപ്പാൻ ഇടയായി തീർന്നത് കൊണ്ട് അവൻ പറുദീസയിൽ അവൻ ഇരിക്കുവാൻ തക്കവണ്ണം അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കത്തക്ക യോഗ്യതയുള്ളവനായി മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പാപിയെ സ്നേഹിക്കുന്ന പാപത്തെ വെറുക്കുന്ന യേശുവിനെ കുറിച്ച് ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ കർത്താവിന് ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് മെസ്സേജ് തുടരട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഉദാഹരണത്തിന് അനവധി നിരവധി വേദഭാഗങ്ങൾ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് ആത്മാവ് തന്റെ ഭക്തന്മാരിലൂടെ എഴുതി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പേടി തട്ടാതിരിക്കുവാൻ കിടക്കുന്ന ബെഡിന് കീഴെ വെക്കാനുള്ളതല്ല. അത് പ്രസംഗകന് പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല. ഇത് പ്രസംഗിക്കുന്നിടത്ത് പാപബോധവും മാനസാന്തരവും ഉണ്ടായി ഒരു പാപി മനം തിരിഞ്ഞ് നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ചുവടുവെക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അതിന്റെ ശക്തി വെളിപ്പെടുത്തി നിത്യ നരകത്തിന് യോഗ്യരായിരിക്കുന്നവരെ നിത്യ സ്വർഗത്തിന് നിത്യ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി ശ്രോതാവേ നീ കേൾക്കുമ്പോ നിന്നെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും നിന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ദൈവിക സൗഭാഗ്യങ്ങളും ദൈവിക നന്മകളും ദൈവിക സൗഖ്യങ്ങളും ദൈവിക വിടുതലുകളും പ്രാപിക്കുന്നതിന് തടസ്സമായി നിന്നിൽ ജഡികമായ ചിന്ത ഹല്ലേലൂയ കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഹല്ലേലൂയ ജഡമോഹം ഇത്യാദി വിഷയങ്ങൾ നിന്നിൽ തന്നെ നിന്നെ ഞെരുക്കി ദൈവിക നന്മകൾ പ്രാപിക്കാതെ നിന്നെ ഒതുക്കുന്ന സമസ്ത മേഖലകളിൽ നിന്റെ ജഡീക സ്വഭാവത്തെ മരിപ്പിച്ചുകൊണ്ട് നിന്റെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തി ബലപ്പെടുത്തി മുമ്പോട്ട് നയിപ്പാൻ
ശക്തിയുള്ള ജീവന്റെ വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, ഹല്ലേലൂയ ആമേൻ, അത് കേൾക്കുന്ന വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായതുകൊണ്ട് ഇന്ന് രാത്രി അതിനോട് കരമടിച്ച് പ്രതികരിക്കുവാൻ, വിശ്വസിച്ച് ആമേൻ പറയുവാൻ ആര് തയ്യാറാകും? അവരുടെ ജീവിതത്തിൽ ആ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രകൃതിക്ക് ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയുമെന്ന് സത്യ വേദപുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടുകയാണ്. ഉദാഹരണത്തിന് സങ്കീർത്തനം 19 1, 2, 3, 4 വാക്യത്തിലൂടെ അവൻ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുകയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അവൻ മാനത്തോട് നോക്കിക്കേ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ മരിച്ചു പോകുന്ന മൃഗത്തിന് സമത്രേ, നശിച്ചു പോകുന്ന മൃഗത്തിന് സമനത്രേ. ഹല്ലേലൂയ. നോക്കണം, മാനം, ആകാശം. ഒരിക്കൽ ദൈവശബ്ദം കേട്ട് തന്നെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തേക്ക് നോക്കിക്കേ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണി തീർക്കാമെങ്കിൽ തീർത്തോ. ഹല്ലേലൂയ. അതുപോലെ ഞാൻ നിനക്ക് തലമുറയെ നൽകുവാൻ പോകുകയാണ്. നിന്നിലൂടെ അവൻ ജാതികൾ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. ഉന്നതമായി വിളികൾ ഇറങ്ങി തിരിച്ച അബ്രഹാമിന്റെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ അവൻ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലയിലുള്ള അവൻ അതേ കാര്യങ്ങളാണ് അതേ പ്രകൃതിയെ നോക്കി അവൻ അത് പഠിക്കുവാൻ ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഹല്ലേലൂയ. പകലിന് വാക്കുകൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ആമേൻ. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രകൃതിയെ നോക്കി ചില കാര്യങ്ങൾ അത് പഠിപ്പിക്കുകയാണ്. അവൻ സൃഷ്ടാവാൻ ദൈവം ഹല്ലേലൂയ ഭക്തനായ ഇയ്യോബിനോട് ചോദിച്ചു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഹല്ലേലൂയ. അതേ കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതാകുന്ന തീനെത്തിച്ചു കൊടുക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? ഹല്ലേലൂയ. ആണിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിൽ ആമേൻ അതെ ഇട്ടവൻ ആരാണെന്ന് നിനക്കറിയാമോ? ഹല്ലേലൂയ. ഉത്തരം കിട്ടാതെ തലചൊറിഞ്ഞിരിക്കുന്ന അതേ ഭക്തനോട് ആമേൻ അതേ സ്വർഗം പറഞ്ഞു, മോനെ, നീ ഉണ്ടാകുന്നതിന് മുമ്പ്, നീ ജനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ നിന്നെ ആരാകുമെന്ന് ആമേൻ തീരുമാനിക്കുവാൻ അധികാരമുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ആരെങ്കിലും ആമേൻ അതെ ഈ ലൈവിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പ്രകൃതിയെ നോക്കി ആമേൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാര് ആമേൻ അതെ നയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ആമേൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു പോണോ. ആമേൻ ഹല്ലേലൂയ. ജ്ഞാനികളുടെ ജ്ഞാനിയായി ശലോമോൻ മാറ്റപ്പെടാൻ കാരണം ആമേൻ അതെ ഞാൻ ആമേൻ ദരിദ്രനായിട്ട് ആരുടെ മോഷിക്കാതിരിക്കുവാനും, ഞാൻ സമ്പന്നനായിട്ട് അഹങ്കരിക്കാതിരിക്കുവാനും അന്നുള്ളത് തരണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു ഭക്തനാണ് ശലോമോൻ. ഹല്ലേലൂയ. അവൻ ചോദിച്ചതിലും അധികം അവൻ ചോദിച്ചത് എന്തൊക്കെയായിരുന്നു? ആമേൻ അതെ ഈ ജനത്തെ നയിപ്പാൻ എനിക്ക് ജ്ഞാനമില്ല, അല്ലെ? ഹല്ലേലൂയ. ആമേൻ എനിക്ക് ജ്ഞാനം വേണം. ഹല്ലേലൂയ. ആമേൻ അവൻ ചോദിച്ചതിലധികം ഹല്ലേലൂയ അന്നുള്ളത് മതി എന്നാ പറഞ്ഞത്. പക്ഷേ അവൻ ചോദിച്ചതിലധികം സ്വർഗത്തിലെ ദൈവം നൽകുവാൻ, നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നാളുകളായി ചോദിച്ചുകൊണ്ടിരുന്ന
നിന്നിട്ട് മറുപടി കിട്ടാതെ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ലൈവിൽ ഏതെങ്കിലും ഭവനത്തിൽ ഇരുന്നു കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ഇരുന്നു കൊണ്ടോ ഇന്നോ നാളെയോ അടുത്ത ദിവസങ്ങളായി ഈ ലൈവ് വീഡിയോ ശ്രദ്ധിക്കുന്നെങ്കിൽ അത് പ്രകൃതിയെ നോക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തതുപോലെ അവൻ ഇന്ന് രാത്രി അവൻ ഈ ലൈവിൽ ആയിരിക്കുന്ന എന്നോടും നിങ്ങളോടും സ്വർഗത്തിലെ ദൈവം പറയുക, ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. അവരെ കാട്ടിലും വിശേഷതയുള്ള നിങ്ങളെ പുലർത്തുവാൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ഒഴുക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിനെ അത് രക്ഷകനായി സ്വീകരിച്ച അവൻ ദൈവമക്കളായ നിങ്ങളെ കുറിച്ച് എത്രയധികം കരുതലുള്ളവനായിരിക്കും നിങ്ങളുടെ സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ എന്റെ കാലത്തിൽ നിന്നെ വഹിച്ച് എന്നും നടത്തിയിടും താനേ നിന്നെ വാഹിച്ചു എന്നും നടത്തിയിടും താരയിൽ അവൻ കരുതുന്നവൻ ഞാനല്ലയോ കലക്കുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്ത് അവൻ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. അവൻ സദൃശവാക്യം 6:6 മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാം. ആമേൻ. നിസാരമാ അല്ലെ, നമ്മൾ നിസാരമായി കാണുന്ന ഒരു ജീവിയാണ് എന്റെ ഉറുമ്പ്. ഹല്ലേലൂയ. ആ ഉറുമ്പിനെ ഹല്ലേലൂയ നോക്കി ആമേൻ ബുദ്ധി പഠിക്കാൻ ആരോടാ പറയുന്നേ? മടിയനോടാ. അലസനായവരും മടിയനായവരും ആയിട്ടുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നല്ല. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ജനിച്ച ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അധ്വാന ഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവര് അതെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനായ പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്ക. ഹല്ലേലൂയ. അവൻ ആരിലും വലിയവൻ. ഹല്ലേലൂയ. അവൻ ആരിലും മതിയായവൻ. നിന്റെ പ്രശ്നത്തെക്കാൾ, നിന്റെ പ്രതികൂലത്തെക്കാൾ, നിന്റെ തകർച്ചയേക്കാൾ, നിന്റെ രോഗത്തെക്കാൾ, നിന്റെ കടഭാരത്തെക്കാൾ, നിന്റെ മാനസിക ആ പ്രയാസത്തെക്കാൾ യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസോര
സേവിച്ചാൽ നമുക്കൊരുക്കിടും അവനാകിലും കൃപയാരുളിടുമേ ബലവാനി. ഇന്ന് രാത്രി കൃപയാരുളിടുമേ ബലമാനിക്കുമേ വിശ്വസിക്കൂ. ഇന്ന് രാത്രി മാലയെ മധുരമാക്കുവാൻ ശക്തനായവൻ അവന്റെ മുഴു സാന്നിധ്യവുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്ക്, ആകാശത്തിലെ പറവകളെ നോക്ക്. ഹല്ലേലൂയ. ഉറുമ്പിനെ നോക്ക്. അവൻ മടിയ നീ ഉറുമ്പിനെ നോക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അലസനായി ഇരിക്കരുതേ, മടിയനായി ഇരിക്കരുതേ. ഉണരുവാൻ തക്കവണ്ണമിടയാകട്ടെ. കാറ്റേ കടലേ അടങ്ങേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിനെ അവൻ മുക്കുവാൻ മറുകര കാണാതിരിക്കെ അവനെ അസഹ്യപ്പെടുത്തിയ അവരുടെ യാത്രയ്ക്ക് തടസ്സമായ അവൻ അലീശാനമായ മൂലമായ കാറ്റിനെ അവൻ ഉയർന്നു പൊങ്ങിയ തിരമാലകളെ ശാസിച്ചമർത്തുവാൻ ശക്തനായവൻ അവൻ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നത് പോലെ ഇന്ന് രാത്രി അതെ നമ്മുടെ കൂടെ നാഥനുണ്ട്. അലസത മാറ്റി, ഹല്ലേലൂയ, ഉദാസീനത മാറ്റി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ, ഉണർന്ന് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമായി ഉയർന്നു പൊങ്ങുന്ന തിരമാലയെ അവൻ ഇല്ലാതാക്കുവാൻ എന്റെ കർത്താവ് ശക്തനാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ആമേൻ. എന്നിട്ട് അതിന് നായകനും മേൽവിധാനകനും അധിപതി ഇല്ലാതിരുന്നിട്ടും ഹല്ലേലൂയ വേനൽക്കാലത്ത് തന്റെ ആഹാരം ആമേൻ ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് തന്റെ തീനെന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. നോക്കിക്കേ, അതിന് നായകനില്ല, മേൽവിധാനകനില്ല, അധിപതി ഇല്ലാതിരുന്നിട്ടും മക്കളെ എഴുന്നേക്ക്, സ്കൂളിൽ ഇന്ന് സ്കൂളില്ലല്ലോ. ഹല്ലേലൂയ. എങ്കിലും ആമേൻ സ്മാർട്ട് ഫോണിലൂടെ, ലാപ്ടോപ്പിലൂടെ, ഡെസ്ക്ടോപ്പിലൂടെ, ടാബിലൂടെ, എന്താ സൂമിലൂടെ, അല്ലെ ഗൂഗിൾ മാറ്റിലൂടെ, പിന്നെ വാട്സപ്പിലൂടെ ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകളല്ലേ. മക്കളെ എഴുന്നേക്ക്. ഇപ്പൊ തണുപ്പ് കാലമല്ലേ, ചുരുണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. പോട്ടെ, മക്കളുടെ കാര്യം പോട്ടെ. ആമേൻ. കൊറോണ നിമിത്തം ആമേൻ അതെ ജനം സ്വസ്ഥതയില്ലാതെ അവൻ നിരാശപ്പെട്ട് പല സൗദങ്ങളും പല സ്വപ്നങ്ങളും പൂവണിയാതെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോ ഉണർന്ന് പ്രാർത്ഥിക്കുക. ദൈവമാക്കി വച്ചിരിക്കുന്ന അഭിഷക്തന്മാർ ഹല്ലേലൂയ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യുക? തണുത്തു പോയിക്കൊണ്ടിരിക്കുകയാ. നിത്യ സ്നേഹം കൊണ്ട് എന്നെ നിങ്ങളെ സ്നേഹിച്ച ആ സ്നേഹവാനായ ദൈവം ഹല്ലേലൂയ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ വിശ്വസ്തനെന്ന് എണ്ണി വേലക്കാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ഹല്ലേലൂയ, ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, യവനക്കാരെ, യവനക്കാരികളെ, കുഞ്ഞെ, മാതാപിതാക്കളെ, എന്റെ കൂടപ്പറപ്പേ, മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ല്. ഹല്ലേലൂയ. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിധാനകനും അധിപതി ഇല്ലാതിരുന്നിട്ടും ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഉത്തരവാദിത്വം ഹല്ലേലൂയ തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഉറുമ്പിന് എന്തില്ല? നായകനില്ല, മേൽവിധാനകൻ അധിപതി ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് തന്റെ തീൻ എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? ഹല്ലേലൂയ. അലസനായി സമയം നഷ്ടപ്പെടുത്തുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അല്ലെ? ഏത് കവലെ പോയാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിയുന്നവരെ കാണാം. ഹല്ലേലൂയ. ആമേൻ. ചിലരുണ്ടാകും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയില്ലാതെ അവൻ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഹല്ലേലൂയ. ചിലരുണ്ട് വീട്ടിൽ ആമേൻ ജോലി പിടിപ്പതുണ്ട്, ഒന്നും ചെയ്യത്തില്ല. അതിന്റെ പേരിൽ വഴക്കും ആമേൻ പിണക്കോ ഒച്ചപ്പാടും ബഹളവും, അല്ലെ? ഇന്ന് രാത്രി ആമേൻ മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? ഹല്ലേലൂയ. ആമേൻ. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കാൻ. ഹല്ലേലൂയ. കുഴപ്പമൊന്നുമില്ല. അടുത്ത വാക്യം, അങ്ങനെ നിന്റെ ദാരിദ്ര്യം
വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉണരുവാൻ നീ തയ്യാറായില്ലെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ നീ അതെ വഴിപോക്കനെ പോലെ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരുമെന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഉണരുവാൻ തക്കവണ്ണം ആമേൻ വിളിക്കപ്പെട്ടവർ ഉണരുക തന്നെ വേണം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാൻ, 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 എഴുന്നേറ്റു നിലവിളിക്കാൻ. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാൻ. തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായവന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം തന്റെ സഹോദരന് പുത്രനായ ലോത്ത് തന്നോട് വഴക്കിട്ട് താൻ പോയ പാർത്ത പട്ടണം ആമേൻ നശിക്കപ്പെടുവാൻ പോകുന്നുവെന്നുള്ള ദൂത് കേട്ടപ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ തലമുറ നിന്നോട് വഴക്കിട്ട് പോയേക്കാം, ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളി വഴക്കിട്ട് പോയേക്കാം, ഒരുപക്ഷെ നിന്റെ കൂടപ്പറപ്പ്, നിന്റെ സഹോദരങ്ങൾ, നിന്റെ സ്നേഹിതർ, ഹല്ലേലൂയ, വഴക്കിട്ട് പോയേക്കാം. എന്നാൽ അവര് പോയണം, അവര് നശിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോ ആമേൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അരുമനാഥനെ പിൻപറ്റുന്ന ആമേൻ ദൈവജനമേ, ആ ക്രിസ്തുയേശുവിന്റെ ഭാവം ഹല്ലേലൂയ ഉള്ളവർ ഇന്ന് രാത്രി ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാകയാ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ അതേ ആത്മഭാരമുള്ളവർ ഉണർന്ന് രാക്കാലങ്ങളിൽ നിലവിളിക്കുവാൻ തയ്യാറാകട്ടെ. ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിൽ ഹല്ലേലൂയ അലസതയെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ജ്ഞാനികളുടെ ജ്ഞാനിയായി ശലോമോനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആമേൻ. മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. 28 ഉണ്ട്, 30 ഉണ്ട്, 31 ഉണ്ട്, 32 ഇല്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ 31 ദിവസവും അത് വായിക്കുവാൻ, ജ്ഞാനം പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ എഴുതി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ഹല്ലേലൂയ വായിക്കുന്നവർ ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. അതിന്റെ 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, ആമേൻ, മടിയന്റെ സ്വഭാവവും അവന്റെ അലസതയുടെ ഫലവും. ആമേൻ. അനന്തരം ഒരു അലസനായിരിക്കുന്ന, ഒരു മടിയനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയായി തീരുമെന്ന് വളരെ ആലങ്കാരികമായ നിലയിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കുമാകുന്നു. നോക്കിക്കേ, മടിയനെ കുറിച്ച് ആമേൻ ആമേൻ സിംബോളിക് ഒരു ഉപമയിലൂടെ ആമേൻ ഒരു വസ്തുവിനെ കാണിച്ചു പറയുക, ഒരു ഫലത്തെ കാണിച്ചു പറയുക. ആമേൻ. ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആമേൻ അതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ആമേൻ അവര് മടിയനായി അലസനായി അത് ചെയ്യുവാൻ തയ്യാറാകാതിരുന്ന ഹല്ലേലൂയ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കണ്ണിൽ പുകയടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഹല്ലേലൂയ. കണ്ണിൽ കൂടെ വെള്ളം വരും അല്ലേ? എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലെ? കണ്ണ് ചുമക്കാൻ തുടങ്ങും അല്ലേ? നോക്കിക്കേ, ഇതുപോലെയാണ് ആമേൻ മടിയൻ തന്നെ അയക്കുന്നവർക്ക്. ഹല്ലേലൂയ. മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ അത് ഒരു ദിവസം പോലും, ഒരു രാത്രി പോലും കഴിയത്തില്ല എന്നാ ശിഷ്യന്മാരോട് ചോദിച്ചത്. ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ ഉറങ്ങുന്നവരുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. മടിയൻ കൊതിച്ചിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും. ആരാ പുഷ്ടി പ്രാപിക്കുന്നത്? ഉത്സാഹമാണ്. എനിക്ക് വളരണം അല്ലേ? ഒരു IAS കാരൻ ആകണമെന്ന് ഉത്സാഹമുള്ള കുഞ്ഞ് എന്ത് ചെയ്യും?
ഒരു ഡോക്ടർ ആകണം, ഒരു ടീച്ചർ ആകണം, ഒരു പോലീസുകാരനാകണം, ഒരു മിലിറ്ററിക്കാരനാകണം, ഒരു MLA ആകണം, ഒരു വാർഡ് മെമ്പറെങ്കിലും ആകണം, അല്ലെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി എങ്കിലും ആകണം എന്ന് ചിന്തയുള്ള ഒരു മനുഷ്യന് ഉറങ്ങിക്കിടക്കുവോ? അവൻ അലസനായിരിക്കുവോ? അവൻ എന്ത് ചെയ്യും? അവനിലുള്ള കഴിവിനെ വെളിപ്പെടുത്തി 4 പേരുടെ ശ്രദ്ധ അവൻ പിടിച്ചു പറ്റി 4 പേരുടെ മുമ്പിൽ അവൻ സപ്പോർട്ടുള്ളവനായി മാറുവാൻ തക്കവണ്ണം അവൻ എന്ത് ചെയ്യും? തയ്യാറാണ്. ഹല്ലേലൂയ. മടിയെ പൊതിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല അല്ലെ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളതേ, എനിക്ക് പാടാനൊന്നും എന്തില്ല, കഴിവില്ലെന്നേ, എനിക്ക് പ്രസംഗിക്കാനൊന്നും എന്തില്ലെന്നേ, എനിക്ക് വായിക്കാനും ഇല്ലെന്നേ, തെറ്റുകൂടാതെ ബൈബിൾ വായിക്കാൻ പറഞ്ഞ അതിനും എനിക്ക് കൃപയില്ലെന്ന് പറയുന്നവരുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ അക്ഷരം പഠിക്കാൻ പറഞ്ഞപ്പം ആമേൻ കടലമുട്ടായി നിന്ന് ആമേൻ സ്കൂളിൽ പോകാതെ കപ്പലണ്ടിയുടെ കശുമാവിന്റെ ചോട്ടിലും മാവിന്റെ ചോട്ടിൽ കൂടെ നടന്ന് മാങ്ങാൻ പെറുക്കി നടന്ന് അപ്പനെ അനുസരിക്കാതെ അമ്മയെ അനുസരിക്കാതെ പരീക്ഷ എഴുതാതെ അക്ഷരം പഠിച്ചായിരുന്നെങ്കിൽ 4 അക്ഷരം പഠിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു? വായിച്ചായിരുന്നു അല്ലെ? വായിക്കായിരുന്നെന്ന്. അപ്പൊ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നടന്നിട്ട് ഹല്ലേലൂയ ആമേൻ. അതെ, ഉദാസീനതയും മടിയും കാണിക്കുന്നവർക്ക് എന്തില്ല? ഒന്നും കിട്ടുന്നില്ല. ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിവില്ല, ശരിയാ. എല്ലാവർക്കും ഒരുപോലെ എല്ലാം നേടിയെടുക്കാനുള്ള പ്രാപ്തിയില്ല. പക്ഷെ ഉത്സാഹിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉറുമ്പിനെ നോക്കി മടിയാ നീ ബുദ്ധി പഠിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഉത്സാഹികളുടെ പ്രാണൻ എന്തുണ്ടാവും? പുഷ്ടി ഉണ്ടാകും. ഹല്ലേലൂയ. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. പ്രാണന് പുഷ്ടി, അകത്ത് പുഷ്ടി ഉണ്ടെങ്കിൽ അത് പുറത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അത് ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രിയാ. ഹല്ലേലൂയ. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രിയാ. ഹല്ലേലൂയ. ഉത്സാഹം ആമേൻ അത് ഉണ്ടെങ്കിൽ ആമേൻ അത് പുഷ്ടിയായി വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഉത്സാഹമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അലസത, മടി ഹല്ലേലൂയ എന്ന് ജീവിതത്തിൽ എന്ത് ചെയ്യരുത്? താലോലിക്കരുത്. ഹല്ലേലൂയ. ഉത്സാഹമുള്ളവരായി, ചുറുചുറുപ്പുള്ളവരായി, പുരുഷത്വം കാണിക്കുന്നവരായി ഹല്ലേലൂയ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. അടുക്കള കാര്യമാകട്ടെ, വീട്ടിലെ കാര്യമാകട്ടെ, ആമേൻ ജോലി മേഖലയിലാകട്ടെ, ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തുണ്ടാകണം? ഉത്സാഹം ഉണ്ടാകണം. ഹല്ലേലൂയ. അടുക്കളയിൽ ആമേൻ അതെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുവാൻ ആമേൻ അയ്യോ എന്നെ കൊണ്ട് മടുത്തു, ഞാൻ ഈ അടുക്കളയിൽ പെരുമാറി മടിയ അല്ലെ? എന്നാൽ ഉത്സാഹമുള്ളവൻ പുഷ്ടി പ്രാപിക്കും, അവനോട് കൂടെ ദൈവം ഇരിക്കും. ഹല്ലേലൂയ. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു. അയ്യോ, മടിയന്റെ ഹല്ലേലൂയ വഴി മുള്ളുവേലി പോലെയാണെന്ന്. മുള്ളുവേലിയുടെ അടുത്തൂടെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? പോകുന്നവർക്കെല്ലാം എന്തായിരിക്കും? പണി കിട്ടും. അപ്പൊ മടിയന്റെ കൂടെ സമയം കഴിച്ചാൽ അവനും മടിയനാവും. ഹല്ലേലൂയ. ഉറക്കം തൂങ്ങിയുടെ കൂടെ നടന്നാൽ ഉറക്കം തൂങ്ങിയായിരിക്കും. ഹല്ലേലൂയ. വായിക്കത്തുമില്ല, ആമേൻ ആരാധിക്കത്തുമില്ല, ആമേൻ സ്തോത്രവും പറയത്തില്ല. ആമേൻ ദൈവമക്കളെ, ഇത് ലൈവിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്കൂളിൽ പഠിക്കുമ്പോ അധ്യാപകര് പറയും അവന്റെ കൂടെ നടക്കണ്ട, അവൻ ഉഴപ്പനാണ്. അല്ലെങ്കിൽ ഉഴപ്പന്റെ കൂടെ നടന്ന ഉഴപ്പനാകും, കുടിയന്റെ കൂടെ നടന്ന കുടിയനാകും, തല്ലുകൊള്ളിയുടെ കൂടെ നടന്ന തല്ലുകൊള്ളിയാകും, വായി നോക്കിയുടെ കൂടെ നടന്നാൽ എന്ത് ചെയ്യും? സോറി, പദം ലാംഗ്വേജ് ആമേൻ ക്ഷമിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാ സങ്കീർത്തനം 1 ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുതെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എനിക്കറിയാം സ്തോത്രം വരത്തില്ല, ആമേൻ വരത്തില്ല, ആമേൻ കമന്റ് ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആമേൻ അതെ വചനം പറയുന്നു, നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണ്. ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ലെന്നേ. ഹല്ലേലൂയ. അതെ, കൊയ്യുന്നില്ലെന്നേ, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല, എങ്കിലും
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവര്. ഹല്ലേലൂയ. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു. ഹല്ലേലൂയ. നീതിമാന്മാരുടെ പാതയോ പെരുവഴിയാ. ഹല്ലേലൂയ. പെരുവഴി തന്നെ. ഹല്ലേലൂയ. ആമേൻ. അതെ, മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു. ഹല്ലേലൂയ. വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. ഹല്ലേലൂയ. മടിയൻ ശീത നിമിത്തം ഉഴുതാതിരിക്കുന്നു. ശീതം അല്ലെ, തണുപ്പ്. അയ്യോ, ഇപ്പൊ ഭയങ്കര തണുപ്പാണെന്നേ, മഴക്കാലം അല്ലെ. വയ്യെന്നേ, വെയിലായ പറയും വെയിലാണ്, മഴയാണെ പറയും മഴയാണ്. ഹല്ലേലൂയ. മഴയത്തും പറ്റത്തില്ല, വെയിലത്തും പറ്റത്തില്ല, പിന്നെ എപ്പോഴാ പറ്റുന്നേ? അധ്വാനിച്ച് കൊടുക്കുന്നത് ആമേൻ എന്ത് ചെയ്യാൻ പറ്റും? തിന്നാൻ പറ്റും അല്ലെ. ഹല്ലേലൂയ. മടിയൻ തന്റെ കൈ തലയിൽ എന്ത് ചെയ്യുന്നു? പൂത്തുന്നു. വായിലേക്ക് തിരികെ എന്ത് ചെയ്യുന്നില്ല? കൊണ്ടുവരികയുമില്ല. മടിയൻ ശീത നിമിത്തം എന്ത് ചെയ്യുന്നു? ഉഴുതാതിരിക്കുന്നു. ഹല്ലേലൂയ. കൊയ്ത്ത് കാലത്ത് അവൻ ഇരക്കും. അമ്മ, പപ്പ, മമ്മി, ഏട്ടാ, ചാച്ച, വല്ലതും തരണേ. ഹല്ലേലൂയ. മടിയൻ ശീത നിമിത്തം എന്ത് ചെയ്യുന്നു? ഉഴാതിരിക്കുന്നു. ഇന്നിപ്പോ ആമേൻ കൊറോണ കാരണം അയ്യോ എങ്ങോട്ട് പോയാലും കൊറോണയാ. അതുകൊണ്ട് ആമേൻ പേടിയാ, വയ്യെന്നേ. പോട്ടെ, നല്ലതാ, കൊറോണ വരാതിരിക്കുമല്ലോ. പക്ഷേ മടിയന്റെ കാര്യം എന്താ പറയുന്നേ? ആമേൻ ശീത നിമിത്തം ഉഴാതിരിക്കുന്നു. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അല്ലെ. യഹോവ ഭക്തരായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ? ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഹല്ലേലൂയ. മക്കൾ മേശയ്ക്ക് ചുറ്റും ഉലുവതൈകൾ പോലെ. അല്ലെ. ആമേൻ. ഓരോ കുടുംബങ്ങളും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പക്ഷെ ചില കുടുംബങ്ങളിൽ മടി പിടിച്ച ആമേൻ വ്യക്തികളുണ്ട്. കാലത്ത് എഴുന്നേക്കത്തില്ല, മുറ്റം അടിക്കത്തില്ല, ആമേൻ വീടും പരിസരവും വൃത്തിക്കും മെനയ്ക്ക് ഇടത്തില്ല. ഭർത്താവ് ജോലിക്ക് പോയി തിരികെ വരുന്നത് വരെ സീരിയലിന്റെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും പിന്നെ കണ്ട വീട്ടിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്. ആമേൻ. ദൈവമക്കൾ അങ്ങനെയല്ല. സ്വത്രം. പിന്നെ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. ആമേൻ. വീട്ടിലെ പണിയൊന്നും എന്ത് ചെയ്യത്തില്ല. ആമേൻ. ഏത് സമയവും പ്രാർത്ഥനയാ, വീട്ടിലെ പണിയൊന്നും എന്ത് ചെയ്യത്തില്ല. അയ്യോ, ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സദൃശ്യവാക്യത്തിനകത്ത് ഹല്ലേലൂയ നന്നായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരമുണ്ടാക്കി അവൾ ദൃഷ്ടി വെച്ച് അധ്വാനശീലയുള്ള ഭാര്യയെ കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ വളരെ ആമേൻ അലങ്കാരികമായ നിലയിൽ വിവരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 31-ാം അധ്യായം അതിന്റെ 24 മുതൽ ഒന്ന് വേഗം ഒന്ന് വായിച്ച്. ആമേൻ. നമ്മുടെ വിഷയമല്ലെങ്കിലും ഇന്ന് രാത്രി ആമേൻ ചിലരൊന്ന് ഉണരണം. ഹല്ലേലൂയ. ഉണർന്നേ പറ്റൂ, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഹല്ലേലൂയ. വേഗം വായിച്ചേ. 31-24 മുതൽ. ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു. അവൾ കുറച്ചുകൂടെ മേളിന്ന് വായിച്ചേ. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കുറച്ചും കൂടെ. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? കണ്ടോ? സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? സാമർത്ഥ്യം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് സാമർത്ഥ്യമുള്ളവരെ കുറിച്ച് ഭയങ്കരമായിട്ട് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം? ആ സാമർത്ഥ്യത്തിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഒരു യഹോവ ഭക്തനായ അതെ പുരുഷന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ, ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ഒരു ഭാര്യയെ കുറിച്ചാ ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്നത്. വായിച്ചേ. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അയലോക്കത്ത് കിടക്കുന്ന തേങ്ങ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ആമേൻ കറി ഉണ്ടാക്കി വെക്കുന്ന ആ സാമർത്ഥ്യം അല്ല പറയുന്നത്.
ഹല്ലേലൂയ. പിന്നെ അപ്പന് 4 മക്കളുണ്ടെങ്കിൽ ആമേൻ അത് 3 മക്കളുടെയും കൂടെ അടിച്ചു മാറ്റി സ്വന്തം പേരിൽ എഴുതി കൂട്ടി വെക്കുന്ന ആ സാമർത്ഥ്യത്തെ കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ മറ്റുള്ളവന്റെ എങ്ങനെ അടിച്ചു മാറ്റാന്ന് ക്ഷമിക്കണം, സാമർത്ഥ്യമുള്ള ഭാര്യയെ കുറിച്ച് പറയുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? അവളുടെ വില മുത്തുകളിലും മുത്തുകളിലുമേറും. മുത്തുകളിലേറും. മുത്തേ, പവിഴമുത്ത്. ഹല്ലേലൂയ. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. കണ്ടോ, ഭർത്താവിന്റെ ഹൃദയം അങ്ങനെയുള്ളവളെ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഇന്നും പല ഭാര്യ ഭർത്താക്കന്മാരുടെയും ജീവിതം കുടുംബ കോടതിയിൽ എന്ത് ചെയ്യുക, എത്തി ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാ. മിക്ക ഭർത്താക്കന്മാർക്കും തന്റെ ജീവിത പങ്കാളിയെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ആമേൻ അതെ തിരിച്ചു ചോദിക്കാം, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന്. ഹല്ലേലൂയ. ഇവിടെ അതെ ആലങ്കാരികമായി ജ്ഞാനിയായ ശലോമോൻ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട സാമർഥ്യമുള്ള ഒരു ഭാര്യയെ കുറിച്ച് വിവരിക്കുമ്പോൾ പറയുകയാണ്, ഇങ്ങനെയുള്ള ഭാര്യയെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലം ഒക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. ഇന്ന് രാത്രി ഉണരേണ്ടവർ ഉണർന്നോണം. ഹല്ലേലൂയ. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ അത് ലൈവിലൂടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇയ്യോബിന്റെ ഭാര്യ ആമേൻ ഈ ഭക്തി ആമേൻ ത്യജിച്ചിട്ട് പോയി ചത്തൂടെ എന്ന് ചോദിച്ചു, അല്ലെ? ഇനിയെങ്കിലും ഈ ഭക്തി മുറുകെ പിടിക്കാതെ. പക്ഷേ അധികം നാള് ആ ഭാര്യ തന്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ചിരിക്കുവാൻ ഇടയായി തീർന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആമേൻ ഗൂഗിളിൽ കയറി ഇയ്യോബിന്റെ ഭാര്യയുടെ ഹിസ്റ്ററി ഒന്ന് അടിച്ചു കൊടുക്കുക. ആമേൻ ആ പ്രിയപ്പെട്ടവൾ ആമേൻ ആ ഇയ്യോബിന്റെ കൂടെ അധികകാലം ജീവിച്ചിരിക്കുവാൻ അവസരം ലഭിച്ചില്ല. ആമേൻ. എന്നാൽ ഇയ്യോബിന്റെ കഷ്ടതയൊക്കെ കഴിഞ്ഞ് മാനയെ മധുരമാക്കുന്ന ദൈവം തന്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം കൊണ്ടുവന്നപ്പോൾ ആമേൻ അവന് ഭാര്യയായിരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സ്ത്രീയെ ദൈവം കൊടുത്തു. ആമേൻ ആ സഹോദരിയിലൂടെ ആ ഭാര്യയിലൂടെ ദൈവം നഷ്ടപ്പെട്ട മക്കളെ നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു എന്ന ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്. ആമേൻ ആ രണ്ടാമത് വിവാഹം കഴിച്ച ആ സ്ത്രീയിലൂടെ ആ ഭാര്യയിലൂടെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടായതായി സത്യവേദ പുസ്തകം പറയുന്നു. അതുകൊണ്ട് ആമേൻ ഭർത്താക്കന്മാർക്ക് തിന്മയല്ല നന്മ ചിന്തിക്കുന്നവരായിരിക്കണം ഭാര്യമാർ. ഹല്ലേലൂയ. അടുത്തത്, അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ചു. ഒന്നുകൂടെ, അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാവുന്നു. ദൂരത്തു നിന്നും ആഹാരം കൊണ്ടുവരുന്നു. അവൾ രാവിലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയിട്ട് അച്ഛാ വേണമെങ്കിൽ ചായ ഇട്ട് കുടിച്ചിട്ട് പൊക്കോ, അല്ലേ? എനിക്കിന്ന് വയ്യ, വേണമെങ്കിൽ ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ട് പൊക്കോ, വേണേ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പൊക്കോ എന്നൊരു സ്വഭാവക്കാരി അല്ലായിരുന്നു എന്ന്. അവള് രാവിലെ എഴുന്നേക്കും. ഹല്ലേലൂയ. വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരിക്ക് ഓഹരിയും കൊടുക്കുന്നു എന്ന് പറഞ്ഞ വേലക്കാരി വന്നിട്ട് വേണമെങ്കിൽ ഭർത്താവിനും എനിക്കും മക്കൾക്കും ഉണ്ടാക്കി തന്നാൽ തിന്നിട്ട് കിടന്നോളാം, ഉറങ്ങിക്കോളാം, ഒരുങ്ങിക്കോളാം, പൊക്കോളാം. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ആമേൻ. ജ്ഞാനിയായ ശലോമോനിലൂടെ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സാമർത്ഥ്യമുള്ള ഭാര്യ. ഹല്ലേലൂയ. അവൾ രാവിലെ എഴുന്നേക്കും. അയ്യോ, വിവാഹ ശുശ്രൂഷയല്ല കേട്ടോ. ഇന്ന് രാത്രി അവരെക്കാൾ വിശേഷതയുള്ളവരാ. ആരെക്കാളും. ആമേൻ. അതെ, ആ പ്രകൃതിയെ നോക്കി ചിലത് പഠിക്കാൻ പറഞ്ഞു. ആ പറവയെ നോക്കി, ഉറുമ്പിനെ നോക്കി, ആമേൻ, മടിയനെ നോക്കി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ ഉണ്ടല്ലോ. ആമേൻ. അതെ, കൊണ്ടുവന്നവരുമുണ്ട്. ആമേൻ. കൊടുത്തു വിട്ടവരും ഉണ്ടല്ലേ. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം സ്തോത്രം പറ. ആമേൻ. രാവിലെ
അതിരാവിലെ എഴുന്നേക്കും. വീട്ടിലുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കും. ആമേൻ. വേലക്കാരികൾക്ക് ഓഹരി കൊടുക്കും. പിന്നെ അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനീട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നുമില്ല. വിടുതലയ്ക്ക് കൈ നീട്ടുന്നു. അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു. കണ്ടോ, അവളുടെ കൈ എളിയവരെ കാണുമ്പോ എന്ത് ചെയ്യും? മുറുക്ക പിടിക്കുന്നല്ല, തുറക്കുമെന്ന്. ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈ നീട്ടുന്നു. ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യുക? കൈ നീട്ടുക. അവരുടെ പിച്ചച്ചട്ടിക്കകത്തൊന്നും എടുക്കാനല്ല. പിന്നെ തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുമപ്പ് കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു. ക്ഷണപടവും ധൂപവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകുന്നു. കണ്ടോ, ആമേൻ. സാമർത്ഥ്യമുള്ള ഭാര്യ നിമിത്തം ആമേൻ ഭർത്താവ് പ്രസിദ്ധനാകുകയാണ്. അലസതയുള്ള മടിയുള്ള ഭാര്യയെ കുറിച്ചല്ല അവിടെ ചുറുചുറുപ്പുള്ള, ഹല്ലേലൂയ, പുഷ്ടിയുള്ള, ആരോഗ്യമുള്ള, ഉത്സാഹമുള്ള, ഹല്ലേലൂയ, അധ്വാനശീലമുള്ള, ആമേൻ, അതേ ഒരു ഭാര്യയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആമേൻ. അതേ, മടിയൻ ശീത നിമിത്തം എന്ത് ചെയ്യുന്നു? ഉഴാതിരിക്കുന്നു. കൊയ്ത്ത് കാലത്ത് അവനിരിക്കും, ഒന്നും കിട്ടുകയുമില്ല. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. ഇന്നാണെങ്കിൽ അയ്യോ വെളിയിൽ കൊറോണ ഉണ്ടെന്നേ, അവിടെ മുഴുവൻ കൊറോണയാ, ലോക്ക്ഡൌണാ എന്നും പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് സമയം പോക്കുന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് എന്ത് കൊറോണ, ഹല്ലേലൂയ. അതെ, ഉപവസിക്കുന്നതിന് എന്ത് കൊറോണ, ഹല്ലേലൂയ. വചനം വായിക്കുന്നതിന് എന്ത് കൊറോണ. കൊറോണ വരട്ടെ, ആമേൻ. കൊറോണ വരും, പോകും, അല്ലെ? അതിന് നമ്മൾ നിയമങ്ങൾ പാലിക്കണം. ആമേൻ. ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക. പക്ഷെ അലസരാകരുത്, മടിയരാകരുത്. അതിന്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്യരുത്? മുതലെടുക്കരുത്. ഹല്ലേലൂയ. വെളിയിൽ എന്തുണ്ട്? സിംഹമുണ്ട്. വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന മടിയൻ എന്ത് ചെയ്യുന്നു? പറയുന്നു. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ, ആമേൻ, മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കൈമതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. സ്നേഹിത, സഹോദര, സഹോദരി, കുഞ്ഞെ, യവനക്കാരി, അഭിഷക്തനെ, ഒരു ശുശ്രൂഷകനാണെങ്കിൽ ആമേൻ, ആ ശുശ്രൂഷകൻ പുഷ്ടിയുള്ളവനായി ശക്തിയോടെ ദൈവവചനം ശുശ്രൂഷിക്കുക. ആമേൻ. അതെ, ശക്തിയോടെ ദൈവാത്മാവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുക. ഉത്സാഹമുള്ളവനായി ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ആരാധിക്കുവാനും തയ്യാറാകണം. ഹല്ലേലൂയ. ഒരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുവാനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ നന്നായി ഭംഗിയായി ചെയ്യുക. അതിനിടയിലും ഭർത്താവിന്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, അതിനിടയിലും സ്വന്തം കാര്യം, അതിനിടയിലും ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുവാൻ ഉത്സാഹമുള്ളവരായി മാറുക. ഹല്ലേലൂയ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളില്ല എന്ന് പറഞ്ഞ് ഉഴപ്പിത്തിരിഞ്ഞ് അപ്പന്റെ അമ്മയുടെ കണ്ണിൽ മണ്ണിട്ടിട്ട് മൊബൈലില് ആവശ്യമില്ലാത്ത സൈറ്റുകളിലൂടെ പോയി സമയം ചെലവഴിച്ച് അടുത്ത അധ്യയന വർഷം സ്കൂൾ തുറക്കുമ്പോ ആമേൻ അലസന്മാരും മടിയന്മാരും പരാജയപ്പെടുമ്പോ ആമേൻ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ച് അവർ ചെയ്യേണ്ട ഹോംവർക്കും അവർ ചെയ്യേണ്ടതായ കാര്യങ്ങളും നോട്ടും ഒക്കെ നന്നായി ചെയ്യുന്നവർ ഹല്ലേലൂയ ജയാളിയായി വിജയരായി ആമേൻ മുന്നേറുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ബുദ്ധിയോടെ ഹല്ലേലൂയ ആമേൻ പ്രതിവാദിപ്പാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയൻ എന്ത് ചെയ്യുന്നു?
തോന്നുന്നു. ഹല്ലേലൂയ. മടിയനെ കുറിച്ച് കേൾക്കുമ്പോ ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ ആമേൻ ഒരു ആമേൻ ടൈപ്പ് ചെയ്ത് വിട്ടേര്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. ആമേൻ. അതെ, ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ ആമേൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയൻ എന്ത് ചെയ്യുന്നു തോന്നുന്നു. ഹല്ലേലൂയ. ഉറുമ്പിനെ പോലുള്ള ചെറിയതും നിസാരവുമായ സൃഷ്ടികൾക്ക് പോലും മടിയനായ മനുഷ്യനേക്കാൾ കൂടുതൽ എന്തുണ്ട്? അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ആ ജീവിതത്തെ കുറിച്ച് എന്തുണ്ട്? ലക്ഷ്യബോധമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, അതില്ലാത്തവർ ശൂന്യമാ എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ എത്ര ചെറിയവയെങ്കിലും ഹല്ലേലൂയ അത്യന്തം ജ്ഞാനമായിട്ടുള്ളത് 4 ഉണ്ട്. ഹല്ലേലൂയ. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ആമേൻ. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. ആമേൻ. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിലും പാർക്കുന്നു. ഹല്ലേലൂയ. പക്ഷികളോട് ദയ കാണിക്കുന്ന ദൈവം, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി മാറിയിരിക്കുന്ന ഹല്ലേലൂയ മക്കളെ അവൻ മറക്കുമോ? ഹല്ലേലൂയ. പക്ഷികൾ പോലും ആമേൻ ഒരു ആമേൻ ഹല്ലേലൂയ ടെൻഷനുമില്ലാതെ നിരാശയുമില്ലാതെ ഈ കൊറോണ കാലത്തും ജീവിക്കുവാൻ അവസരം കൊടുത്തിരിക്കുന്ന ദൈവം തമ്പുരാൻ അയച്ച രക്ഷയുടെ ആമേൻ അതെ നാഥനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാളം ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ആമേൻ സഭയുടെ നാഥൻ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായി മാറി ഹല്ലേലൂയ അവന്റെ മക്കൾ എന്ന പദവി ലഭിച്ചിരിക്കുന്ന എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും എത്രമാത്രം ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പദ്ധതി ആവിഷ്കരിച്ച ദൈവം എന്നെ നിങ്ങളെയും മറന്നു കളയുന്നവനല്ല. ലോകത്തിന്റെ യഥാർത്ഥ വെളിച്ചമാണ് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതിനാൽ എന്തിനെ കുറിച്ചും ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഭിപ്രായം ഹല്ലേലൂയ അന്തിമമാണ്. അത് ഗൗരവമായി ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. എന്തിനാണ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ അതെ ആകാശത്തിലെ പറവകളെ നോക്കി വയലിലെ താമരയെ നോക്കി അത് പഠിക്കാനായിട്ട് പറഞ്ഞത്? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അത് നന്നായി മനസ്സിലാക്കുവാൻ, വയലിലെ പക്ഷികളെ നിരീക്ഷിക്കുവാൻ ഹല്ലേലൂയ അതെ യേശു തന്റെ ശിഷ്യന്മാരോട് എന്ത് ചെയ്യുന്നു? പറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്തായിരുന്നു അതിന്റെ ആവശ്യം? ദൈവവചനത്തെ കുറിച്ച് ഹല്ലേലൂയ ആമേൻ അതെ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഹല്ലേലൂയ തന്നെ അനുഗമിക്കുന്ന ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ കൂടുതലായി ആമേൻ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടാണ് പ്രകൃതിയെ ചൂണ്ടി കർത്താവ് സംസാരിപ്പാൻ കൊണ്ടവിടെയായി തീർന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നമ്മെ വയലിലെ പക്ഷികളെക്കാൾ മികച്ചതായി കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. വയലിലെ പക്ഷികൾക്ക് വേണ്ടി ഹല്ലേലൂയ അതെ കരുതുന്നവൻ, അവയെ പുലർത്തുന്നവൻ. ഹല്ലേലൂയ. ഭക്തനായ ഇയ്യോബിനോട് ഇടപെട്ടതുപോലെ പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു ഹല്ലേലൂയ അവരെക്കാൾ വിശേഷതയുള്ളവരല്ലോ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആമേൻ അവന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ അത്ഭുതകരമായ ആമേൻ അതെ പ്രവൃത്തികൾ ഹല്ലേലൂയ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നമ്മളെ വിശ്വാസത്തിൽ വളർത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഹല്ലേലൂയ അവൻ ചില ഉപമകളിലൂടെ തന്റെ ശിഷ്യന്മാരോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവ്
കർത്താവിൽ അധികമായി വിശ്വസിക്കണം. അവന്റെ വചനത്തെ കൈക്കൊള്ളണം. അവന്റെ വചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെയും എന്റെയും അകത്തെ മനുഷ്യനെ ഉണർത്തുവാൻ തക്കവണ്ണം ശക്തിയും ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് പുഷ്ടിപ്പെടാനാ. ആമേൻ. ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, പ്രതികൂലമുള്ള, പ്രതിസന്ധിയുള്ള ലോകത്ത് ഒന്ന് ഉണരുവാൻ തയ്യാറാകുന്നവരിലൂടെ അത്ഭുതങ്ങൾ ദൈവം ചെയ്തെടുക്കുവാനായിട്ട് പോവുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ആമേൻ. അവന് നമ്മെ ആവശ്യമില്ലായിരുന്നെങ്കിൽ അവൻ നമ്മെ ലോകത്തിലേക്ക് ആമേൻ അതെ വന്ന് രക്ഷിക്കുവാനുള്ള പദ്ധതി ഒരുക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്നതിനായി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടേണ്ടതിന് ഹല്ലേലൂയ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? മാനവരാശിയെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവര് ആമേൻ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ മടിയനെ നോക്കി, ആകാശത്തിലെ പറവയെ നോക്കി ചില കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞ് ആമേൻ എന്തിനാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്? അവനുമായിട്ടുള്ള കൂട്ടായ്മ, അവനുമായിട്ടുള്ള ആരാധന ദൃഢമാകാൻ വേണ്ടിയാ. ആരാധിക്കുമ്പോഴാണ് വിടുതലുള്ളത്. ഹല്ലേലൂയ. പൗലോസും ശീലാസും അടികൊണ്ട് ശരീരമാസകലം ആമേൻ വേദനയുള്ള കാരാഗ്രഹത്തിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഹല്ലേലൂയ അവർ അർദ്ധരാത്രി പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അവരുടെ കൈമേൽ നിന്ന് വീഴുവാൻ ഇടയായി. ആമേൻ. ഇന്ന് രാത്രി എന്തിനാണ് കാൽവറിയിൽ രക്തം ചിന്തി എന്നെ നിങ്ങളെ ദൈവമക്കൾ എന്ന പദവി നൽകി ഉയർത്തിയിരിക്കുന്നത്? അവനെ ആരാധിക്കുവാനാണ്. ആരാധിക്കുവാൻ ആമേൻ ഉദാസീനത കാണിക്കരുത്. ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഉദാസീനതയോടെ കാണരുത്. അവനെ ഇന്ന് പകൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ചു. അത് ഓർത്ത് അതേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാക്കുക. ഇന്ന് രാത്രിയിലും ആരാധനയിൽ പിശുക്ക് കാണിക്കരുത്, പ്രാർത്ഥനയിൽ പിശുക്ക് കാണിക്കരുത്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ എന്ത് ചെയ്യരുത്, വിഘ്നം ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു ഇടപാടിലും എന്ത് ചെയ്യരുത്, കൈ കൊടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനോടെല്ലാം ടാറ്റ പറഞ്ഞത് ഹല്ലേലൂയ. അതേ അവനെ ആരാധിക്കണം. എങ്ങനെ? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. പ്രാരംഭ തിരുവെഴുത്തുകളെ കുറിച്ച് ധ്യാനിക്കുകയും ഹല്ലേലൂയ അവന് വേണ്ടി സമയം സമർപ്പിക്കുകയും ചെയ്യണം. എന്താ പ്രാരംഭ തിരുവെഴുത്ത് നമ്മൾ വായിച്ചു കേട്ടത്? അവയേക്കാൾ വിശേഷതയുള്ളവരല്ലോ. ആരേക്കാൾ? ആകാശത്തിലെ പറവകളേക്കാൾ. ഹല്ലേലൂയ. കുരുവിലിനേക്കാൾ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുക. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അവന്റെ വചനത്തിലൂടെ ആമേൻ അവനെ പിൻപറ്റുവാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോൾ എന്റെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവൻ നിറവേറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സന്തോഷമുള്ളവർ ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആ കുറിവാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. വേഗം. മത്തായി 6:26. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ
പിതാവ് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു, പോരാഞ്ഞിട്ട് പിന്നെ ഏക്കർ കണക്കിന് വാങ്ങിച്ചു കൂട്ടി, പോരാഞ്ഞിട്ട് പിന്നെ ആമേൻ മാണിക പണിത് ഉയർത്തി, എന്നിട്ടും സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. ആമേൻ ലോകത്തിൽ പ്രകൃതിയെ നോക്കി ആമേൻ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പഠിക്കാൻ പറഞ്ഞു. പറവയെ നോക്കിക്കേ, കുരുകിലിനെ നോക്കിക്കേ, ഉറുമ്പിനെ നോക്കിക്കേ, കാക്കയെ നോക്കിക്കേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സാമർത്ഥ്യമുള്ള ഭാര്യയെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വയലിലെ പക്ഷികളെക്കാൾ മികച്ചതായി ആമേൻ ഇന്ന് രാത്രി ഞങ്ങളെ വേർതിരിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. അതുകൊണ്ട് ഉത്സാഹമുള്ളവരായി, തീഷ്ണതയുള്ളവരായി, അലസത മാറി, മടി മാറി, പുഷ്ടി പ്രാപിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായി, തീഷ്ണതയോടെ വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുന്നവരായി ജീവിപ്പാൻ ഉയരത്തിലെ കൃപ ഇന്ന് രാത്രി ശ്രോതാക്കളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മനസ്സിനെ ആക്രമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും ഞങ്ങളുടെ മനസ്സിനകത്ത് ദുഷ്ട ചിന്തകൾ ആമേൻ കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, ഞങ്ങളെ അലസതയിൽ ഇരുത്തുന്ന പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആകാശത്തിലെ പക്ഷികളെക്കാൾ മികച്ചവനായി ആമേൻ ഞങ്ങളെ ആമേൻ കൈപിടിച്ചുയർത്തി നിർത്തിയിരിക്കുന്ന ആ പദവിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഭാരങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവരുടെ വിഷയങ്ങളെ വിടുതൽ സംഭവിക്കട്ടെ. ആശങ്കകൾ മാറട്ടെ. ഇന്ന് രാത്രി ചിലരുടെ ആശങ്കകൾ മാറുന്നതിനായി സ്തോത്രം. ചില രോഗങ്ങൾ മാറുന്നതിനായി സ്തോത്രം. കണ്ണുനീർ മാറുന്നതിനായി സ്തോത്രം. നിരാശകൾ മാറുന്നതിനായി സ്തോത്രം. ആകുലതകൾ മാറുന്നതിനായി സ്തോത്രം. അവരെ വിശേഷതയുള്ളവരായി കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ച് അവർ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി അവരുടെ ഹൃദയത്തിൽ അങ്ങ് പകർന്നതിനായി സ്തോത്രം. ആ വചനത്തിന്റെ ശക്തി വ്യക്തി ജീവിതങ്ങളെ ശക്തീകരിക്കുന്നതിനായി, ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവ്. ഇന്നത്തെ സന്ദേശത്താൽ അവയെ ജനം അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം. സകല മഹത്വവും മാനവും പൊഴിച്ച് അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നയേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ആമേൻ. ഇന്ന് രാത്രിയിൽ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അത് 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ആമേൻ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക മറക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ സെർച്ച് ചെയ്യൂ. ഞങ്ങളുടെ യൂട്യൂബ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. ഒരുപക്ഷെ ചോദിക്കും, എന്തിനാണ് ഒറ്റ ശ്വാസത്തിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സ്മാർട്ട് ഫോണിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നമ്മുടെ LKG തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അശ്ലീലത നിറഞ്ഞതായ നിരവധി വീഡിയോ ക്ലിപ്പുകൾ അവരുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക തലമുറകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാ
അഭിഷേകം പ്രാപിച്ച അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവ മക്കൾ, യവനക്കാർ, യവനക്കാരികൾ, ആമേൻ, അഭിഷക്തന്മാർ, കുഞ്ഞുങ്ങൾ, അവരവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ആമേൻ അതെ നിരവധി അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടിയും പ്രസംഗങ്ങൾ ചെയ്തും ആമേൻ അതെ ഭാവനയിലൂടെ, ഉപന്യാസത്തിലൂടെ, അങ്ങനെ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിനനുസരിച്ച് ആക്ഷൻ സോങ്ങിലൂടെ, അങ്ങനെ വിവിധമായ നിലകളിൽ ആത്മീയത ആമേൻ അതെ അടങ്ങിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നു. അടിയന്റെ ജീവിത പങ്കാളി ഷീജ ഷിജു ദൈവവചനം ശുശ്രൂഷിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു. ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ഇളയവൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ശുശ്രൂഷയിൽ സന്തോഷമുള്ളവർ പങ്കാളികളാകുക. നിശ്ചയമായും പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നൽകി തരും. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോർജ്. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.